അങ്ങനെ നമ്മൾ ഇതാ എന്നത്തെയും പോലെ ഒരു തകർപ്പൻ എപ്പിസോഡിനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ 2 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ മ്യൂസിക് ലൈഫിൽ ഈ ആഴ്ച നടക്കുന്നത്. ഏതൊക്കെയാണ് റൗണ്ടുകൾ? ഫ്രണ്ട്ഷിപ്പ് വൈബ്സ്, പിന്നെ നമ്മുടെ ഗ്രേറ്റ് മ്യൂസീഷ്യൻസിന് ഒരു ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ട് ലെജൻഡ്സ് ഹിറ്റ്സ്, അങ്ങനെ 2 റൗണ്ടാണ് ഈ സ്റ്റേജിൽ നമുക്കുള്ളത്. അതെ, അപ്പൊ ഈ 2 റൗണ്ടുകളായിട്ടുള്ള കടുത്ത മത്സരമാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ ഈ കടുത്ത മത്സരത്തിന് വേണ്ടിട്ട് ജഡ്ജ്മെന്റിനായിട്ട് നമുക്ക് ജഡ്ജസിനെ സ്വാഗതം ചെയ്യണം. ആദ്യം തന്നെ ബിന്നി ചേച്ചി സ്വാഗതം. ഔസേപ്പച്ചൻ സാർ, സുന്ദരിക്കുട്ട, ഓക്കെ സ്വാഗതം. ശിവാംഗി സ്വാഗതം. വെൽക്കം. മ്യൂസിക്കൽ വൈബ്സ് വെൽക്കം. മീനാക്ഷി, അപ്പോ ഇനി അടുത്ത മത്സരാർത്ഥിയോടെ പാടാൻ വരുന്നത് അജന്യാണ്. ഏത് റൗണ്ടാന്നറിയില്ലല്ലോ. ഓ, അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് വൈബ്സിലാണ് വരുന്നത്. ഫ്രണ്ട്ഷിപ്പ് വൈബ്സിലാണ്. അതെ. ഓ, അപ്പം അപ്പൊ നല്ല ഒരു ടേംസിൽ പോണം. നമ്മൾക്ക് പോണമെന്നില്ല, അവര് നന്നായി പാടിക്കോളും. ഓ, അപ്പൊ അതാണ് ഉദ്ദേശം. അതെ, അത്രേ ഉള്ളൂ. അല്ലാതെ നിനക്ക് മര്യാദക്ക് എന്റെ അടുത്ത് പെരുമാറാൻ എനിക്ക് തോന്നുന്നത് എനിക്ക് വലിയ ഉദ്ദേശമില്ല. ഓക്കെ, അപ്പൊ വേണ്ട. ഫ്രണ്ട്ഷിപ്പ് വൈബ്സിൽ പെർഫോം ചെയ്യാനെത്തുന്നു അജന്യ. നടക്കാം. धूम धूम
എവിടെയായിരുന്നു ആ സ്വിച്ച് എന്ത് ഈ കിടന്ന് തുള്ളിയതിന്റെ ഒക്കെ? സാർ ഞാനത് പണ്ട് സ്കൂളിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലേ ഇത് പണ്ട് സ്കൂളിൽ ഗ്രൂപ്പ് ഡാൻസ് കളിക്കുന്ന സ്ഥിരം പാട്ടായിരുന്നു. അത് മാത്രമല്ല തമിഴില് വന്ന് ഇതിന്റെ വേർഷൻ ഉണ്ട്. സോ അത് വന്ന് തമിഴില് ഏത് ആനുവൽ ഡേ ആയാലും ഏത് കല്യാണം ആയാലും ഏത് കോളേജ് കൾച്ചറൽസ് ആയാലും രാധേ മനതിൽ ഇല്ലാതെ ഒരു പാട്ടില്ല. രംഗപൂജയ്ക്ക് ഒരു പരിപാടി തുടങ്ങുമ്പോ രംഗപൂജയായിട്ട് ഈ പാട്ട് അത് നിർബന്ധ. പക്ഷെ ഇന്ന് മീനാക്ഷി കലക്കി എന്ത് രസമായിട്ടേ കുട്ടി കളിക്കുന്നുണ്ട്. സോ ടാലന്റഡ്. അഡ്ജസ്റ്റ്മെന്റ് വേണ്ട. ഔസപ്പച്ചൻ സാർ എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? അടിപൊളിയായിരുന്നു. തുടക്കം തൊട്ട് അവസാനം വരെ കൺസിസ്റ്റന്റ് ആയിരുന്നു. ശ്രുതി, പിച്ച്, ഒരുപാട് കുട്ടി കുട്ടി ഇംപ്രവൈസേഷൻസ് ഉണ്ട്. ഓരോ വരി റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ യു ഹാവ് റീച്ച്ഡ് പിച്ചില്. ആ ചെറിയ ചെറിയ മാറ്റങ്ങള്, ആ ഉത്സവം എന്നൊക്കെ പാടിയത് ഇറ്റ് വാസ് എക്സലന്റ്. ഏതാണെന്നറിയോ? മെല്ലെ മെല്ലെ നിന്നെ മണിപ്പൂ ചാർത്തിടും ഒരുക്കാൻ പോന്നിടും എന്ന് കഴിഞ്ഞിട്ട് ധൂം ധൂം വരുന്നുണ്ട്. ആ ധൂം ധൂമില് ഓർമ്മയുണ്ടോ? അത് ആ സംഗതി ഓർമ്മയുണ്ടോ? അതന്നെയാണ്. ഞാനിപ്പോ എനിക്ക് പെട്ടെന്ന് വന്നതോ പ്രാക്ടീസ് ചെയ്യുമ്പോ ഒന്നും അത് വന്നിട്ടില്ല. എക്സ്ട്രാ ഇട്ടാണോ? എക്സ്ട്രാ വന്നത് കൈന്നിട്ടതാ. റിഹേഴ്സൽ ചെയ്തപ്പോഴല്ലേ ഇവിടെ വെച്ചിട്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, കൈന്നിടൂ. അതെ, ഇടയ്ക്ക് എല്ലാത്തിനും സുഖം എന്താന്ന് പറയാം. ഞാൻ ആസ്വദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിച്ചിൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു സുഖം തന്നെയാണ്. പിന്നെ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടത്, അജന്യം അടിപൊളി പാട്ടാണെങ്കിലും ഈ വാക്കുകള് പറയുന്നത് കുറച്ചും കൂടി നമുക്ക് ക്ലാരിറ്റി കിട്ടിയാൽ നല്ലതാണ്. ഫാസ്റ്റ് ആണെങ്കിലും നമുക്കത് മനസ്സിലാവണമല്ലോ. ഇതിപ്പോ ഏറെക്കുറെ ഒരു ട്യൂൺ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിൽ കേൾക്കുന്ന പോലെ നമുക്ക് കേൾക്കുന്നുണ്ട്. വരികൾ കുറച്ചും കൂടി ക്ലാരിറ്റി ആവാം, അത്രേ ഉള്ളൂ. അതർവൈസ് മ്യൂസിക്കലി യു ഹാവ് സങ് വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അജന്യ നന്നായിരുന്നു. നല്ല 3 പേര് പാടിയ പാട്ട് ഒറ്റയ്ക്ക് പാടാൻ കഷ്ടമാണ്. നന്നായി പാടി. ഇനി ഇടയ്ക്കിടയ്ക്ക് ആ ജലഗംഗയാടും നടനം അവിടെയൊക്കെ കുറച്ചൊന്ന് ശ്രുതി പോയാൽ അത്രേ തോന്നിയുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് നന്നായിരുന്നു. വേറൊന്നും പറയാനില്ല. ശിവാംഗി, ഈ പാട്ട് വിദ്യാസാഗർ സാറിന്റെ ഷോയില് കൂടെ വന്ന് പാടിയിട്ടുണ്ട്, ചെന്നൈയിലെ ഫസ്റ്റ് ഷോയില്. അതില് വന്ന് രാധേ മനതിൽ ആയിരുന്നു. ഈ പാട്ട് ഒന്ന് പാടുന്നത് ഭയങ്കര കഷ്ടാണ്. സാർ വന്ന് വിദ്യാസാഗർ സാർ വന്ന് അന്ന് 3 പേരുണ്ടായിരുന്നു. ഈ പാട്ട് പാടാൻ മാത്രം 3 പേരുണ്ടായിരുന്നു സ്റ്റേജിൽ പാടാൻ, വിത്ത് ലോട്ട് ഓഫ് കോറസ് അല്ല. അത് വന്ന് കുറെ പൊടി സംഗതി എല്ലാം വന്ന് ഈ പാട്ടിലുണ്ട്. അത് വന്ന് പാടാന് സ്റ്റേജിൽ ക്രാക്ക് ചെയ്യുന്നതേ വന്ന് വലിയ ഒരു വിഷയമാണ് ആക്ച്വലി. സോ അത് വന്ന് അത്ര ഈസി ആർക്കുമേ ഈ പാട്ട് പാടാൻ പറ്റില്ല. പക്ഷെ ചേച്ചി വന്ന് ആ പാട്ട് അറ്റംപ്റ്റ് ചെയ്ത് ഈ കോസ്റ്റ്യൂം എല്ലാമേ വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ചേച്ചി പാടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സോ മച്ച് ശിവാംഗി. അപ്പൊ നമുക്കിനി മാർക്സിലേക്ക് കിടക്കാം. അജന്യയുടെ മാർക്ക് 94 ഔട്ട് ഓഫ് 100. പറഞ്ഞു പോയതുകൊണ്ടാണോ കൂടിപ്പോയോ? പ്രതീക്ഷിച്ചില്ല. കാരണം തീരെ തൊണ്ട വയ്യായിരുന്നു. നല്ല സ്ട്രെയിൻ എടുത്തിട്ടാണ് പാടിയത്. പക്ഷെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒക്കെ മീൻസ് സോങ് സെലക്ട് ചെയ്ത സമയത്തൊക്കെ നന്നായിട്ട് പാടാൻ പറ്റി. പിന്നെ പനി വന്നു. പിന്നെ തീരെ ഒരാഴ്ചയോളം തീരെ സംസാരിക്കാൻ ഒന്നും ചെയ്തില്ലായിരുന്നു. ഇവിടെ വന്ന് ഗ്രൂമേഴ്സിന്റെ അടുത്തും ബേസിലൊക്കെയാ പാടിക്കൊടുത്തത്. ഇപ്പോഴാണ് ശരിക്കും ഒന്ന് ത്രൂ ഔട്ടൊന്ന് പാടുന്നത്. അത് ജഡ്ജസിന് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോ സന്തോഷായി. അപ്പൊ എന്തായാലും അജന്യ ഈ ഘട്ടത്തിലെ 2 റൗണ്ടുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. താങ്ക് യു.
ഇനി എനിക്ക് 2 വാക്ക് സംസാരിക്കാനുള്ളത് മ്യൂസിക്കൽ വൈഫ്സിന്റെ അടുത്താണ്. ഓക്കെ, നിക്കവിടെ എന്തെങ്കിലും കേട്ട ഉടനെ ഓടുക. 2 വാക്ക് എന്തോ ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? ഒറ്റയ്ക്കല്ല, നമ്മുടെ മ്യൂസിക്കൽ വൈഫ്സിനോട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന്. അതായത് അവരുടെ അവിടെ പോയി ഹെൽത്തിന് നിന്ന് സംസാരിക്കും. അതല്ല, അതെല്ലാരും കേൾക്കണം. ആണോ? ഹെൽത്തിനെ സംബന്ധിച്ചുള്ളൊരു അപ്പൊ കാര്യമാണ്. എല്ലാരോടും കൂടിയിട്ട് ഒരു കാര്യം പറയാനുണ്ട്, അങ്ങനെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറ. ഇപ്പൊ ഇവരൊക്കെ വീട്ടിൽ നിന്ന് പോന്നിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മുടെ മ്യൂസിക്കൽ വൈഫ്സിന് ഇപ്പൊ ഹസ്ബൻഡ്സ് ഒക്കെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ചിലരുടെ ഒന്നും ആരുടെയൊക്കെയോ ഹസ്ബൻഡ്സിന് കുക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നത് ഞാൻ അങ്ങനെയുണ്ടോ? ഉണ്ട്, കണ്ട അഞ്ചു ആദ്യം തന്നെ. ഓക്കെ, അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫിറ ഫുഡ്സ് വളരെ ഈസി ആയിട്ട് 3 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഓട്സ് ആണ് ഫിറ ഫുഡ്സിൻ്റെത്. ചിയ സീഡ്സിന്റെ ഓട്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ വളരെ ഹെൽത്തി ആണ്, എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഉണ്ട്, ഫൈബർ ഉണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും വീട്ടിൽ പച്ചക്കറിയൊക്കെ വെച്ച് നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നത് പോലെ തന്നെയാണ് ഫിറ ഫുഡ്സിന്റെ ഓട്സ് കഴിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിലത് വാങ്ങി വെക്കുക. ഹസ്ബൻഡ്സ് ഒക്കെ കുക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 3 മിനിറ്റിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ഹെൽത്തിയാണ്. ഓക്കെ, നിങ്ങൾ മാറ്റി വെക്കേണ്ടത് വെറും 3 മിനിറ്റ്. അതെ, പക്ഷെ നിങ്ങൾ നേടാൻ പോകുന്നത് ഒരു നേരത്തെ മീൽ കേട്ടോ. വൻ ആരോഗ്യവും. മീനാക്ഷി ഇങ്ങനെ വിറച്ചിരിക്കുവാ. നമ്മൾ നല്ല ഭക്ഷണമൊക്കെ അങ്ങനെയൊന്നുമല്ല, നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു നെടുവീർപ്പുണ്ടല്ലോ, അത് നമ്മുടെ മനസ്സും വയറും നിറഞ്ഞതിന്റെ ഒരു നല്ല സന്തോഷം. ഭക്ഷണം കഴിച്ചാൽ എമ്പക്കല്ലേ വരാ. ഇത് ഏതത് അങ്ങനല്ല. അതായത് സർ, നമ്മൾ നല്ല വിശന്നിട്ട് നല്ല ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ എനിക്കുണ്ട് തിന്നിട്ട് ശ്വാസം കിട്ടാണ്ട് പാലട പ്രഥമനും ബോളിയും പഴവും പപ്പടവും കൂട്ടി കുഴച്ച ഒരു തൃപ്തിയില്ലേ? ആ തൃപ്തിയെ കുറിച്ചാണ് കുട്ടി പറയണത്. അതെ, ഇവനോട് ഇത് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവും. അവൻ ഉറക്കല്ലേ വരിക. കുട്ടി പാലട പ്രഥമൻ കഴിച്ചിട്ടുണ്ടോ? ഏമ്പക്കം അങ്ങനെ ഫുഡ് വയറ് നിറച്ച് കഴിച്ചു. ശരി, ഇപ്പൊ അടുത്ത ആളെ വിളിക്കാം. അതായത് ലെജൻഡ്സ് ഹിറ്റ്സ് ആണ് അടുത്ത റൗണ്ട്. ഈ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു ശിവപ്രിയ. ചൈത്രം ചായം
ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു. ബ്യൂട്ടിഫുൾ. നൈസ്. ഹായ് ശിവപ്രിയ. നമസ്കാരം. ഹായ്. ഹായ്. നമസ്തേ. നമസ്തേ. ആ. ഇങ്ങനെ നന്നായി പാടാൻ പറ്റുമോ? നന്നായി പാടി ഒരു പോർഷൻ വെച്ച് ബാക്കി ഫുള്ള് നന്നായി. അതെ. പാട്ടില് 10 പോർഷനാ? പോർഷൻ ഉണ്ടായിരുന്നു. ആ ജഡ്ജ്മെന്റ് പറയുന്നതിന് അതെന്റെ കയ്യിൽ നിന്ന് പോയി. അല്ല, അത്രയും സമയ ലാഭം. അതെ. സ്വയം തെറ്റിതിരുത്തി. ഔസേപ്പച്ചൻ സാർ എങ്ങനെ ഉണ്ടായിരുന്നു? മനോഹരമായിരുന്നു. താങ്ക് യു സാർ. ഇത് ഈ പാട്ട് കേട്ടാൽ അറിയാം, ഇതിന്റെ മ്യൂസിക് കമ്പോസർ MP ശ്രീനിവാസനാണ്. അത് ആ ട്യൂൺ മാത്രല്ല, അതിലത്തെ കൊച്ചു കൊച്ചു സംഗ ഇത് വന്നില്ലെങ്കിൽ ആ പാട്ടുകാരനെ MBS കഴുത്ത് പിടിച്ച് കൊല്ലും. വയലിൻ വായിക്കുന്നവരായാലും ഫ്ലൂട്ട് വായിക്കും. ഇത് അദ്ദേഹം പാടും. ഇതേമാതിരി ഭയങ്കര ഗംഭീരമായിട്ട് പാടും. അത് പിന്നെ നടക്കാത്ത ചിലപ്പോ ദാസന്റെ അടുത്ത് മാത്രമാണ് ആ സംഗതി പാടാൻ പറയുമ്പോ ചിലപ്പോ ഞങ്ങളുണ്ട് റെക്കോർഡിങ്ങിന്. അപ്പൊ ഇത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഭയങ്കര രസമാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാമ്പാണിത് ആ സംഗതി. അത് മാറ്റി പാടാൻ പാട്ടുകാർ വന്ന് പാടിയാൽ സമ്മതിക്കില്ല. ഇതിലിപ്പോ ദാസേട്ടനൊക്കെ അതൊക്കെ തന്നെ പാടിയിട്ടുണ്ട്. അത് ശിവപ്രിയ നന്നായിട്ട് കുറച്ചുകൂടി അതിന് എന്താ പറയാ, ശക്തി വരണം അതിന്. അത് ആ MBS പാടുന്ന കേട്ടാൽ അറിയാം അതിന് അത്ര ഇമ്പോർട്ടൻസ് ആണ് അതിന്, ആ ഒരു സംഗതി. ബാക്കി ട്യൂണൊക്കെ അദ്ദേഹം ഉണ്ടാക്കുന്നു, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നു. പക്ഷെ ഇതിലെല്ലാം ആ ഫീലും എല്ലാം ശിവപ്രിയയുടെ ആയിട്ടുള്ള ആസ് യൂഷ്വൽ ലിറിക്കൽ ആ ഭാവമൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു സ്ഥലത്ത് മാത്രം ചെറിയ പല്ലവി ഒന്ന് പാടുമോ ജസ്റ്റ്? ചൈത്രം ചായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു. ചാരു ചിത്രം വരയ്ക്കുന്നു. ചാരു ചാരു ചിത്രം. അതിലേക്ക് കൊണ്ടെത്തിക്കണം. ചാരു ചിത്രം. ആ അപ്പൊ സുഖമുണ്ട്. അത് കട്ടായാൽ പോവും അവിടെ, പിന്നെ ശ്രുതി ചെയ്തില്ല. അത് മാത്രമേ ചെറിയ ഡൗട്ട് ഉണ്ടായുള്ളൂ കേട്ടോ. നൈസ്, എക്സലന്റ്. താങ്ക് യു സാർ. താങ്ക് യു ഔസേപ്പച്ചൻ സാർ. പിന്നെ ചേച്ചി വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് ആണിത്. കുറേ സോങ്സ് വെച്ചിട്ടുണ്ട്. ഇത് സെയിം രാഗത്തിൽ തന്നെ, ചക്രവാകത്തിലുള്ള കാണാനഴകുള്ള മാണിക്കക്കുയിലേ, അതെല്ലാം ഭയങ്കര. ഈ ചൈത്രം ചായ എപ്പോഴും പണ്ട് ഞാൻ ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ അന്ന് റേഡിയോയിൽ ഇഷ്ടപ്പാട്ടുകളിൽ എഴുതി നമ്മൾ ചോദിക്കും. അങ്ങനെ ഇതെപ്പോഴും മിക്കവാറും ഈ പാട്ട് കേൾക്കുമായിരുന്നു. ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ശിവപ്രിയ നന്നായി പാടി. താങ്ക് യു. പ്രിയ പിന്നെ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരു സജഷൻ എന്താന്ന് പറയാ, മാതളപ്പൂക്കളിൽ നിന്നു അവിടെ ഒന്നുകൂടെ ഒന്നൊരു മോള് പാടുമ്പോ മാതളപ്പൂക്കളിൽ നിന്ന് അവിടെ ഒരു ചെറിയ ഒരു കർണാട്ടിക് തിഞ്ച്. മാതളപ്പൂക്കളിൽ നിന്നു, മാതളപ്പൂക്കളിൽ നിന്നു. ആ ഒന്ന് സോഫ്റ്റ് ആക്കാൻ തോന്നി. 2 സ്ഥലം പാടിയപ്പോഴും അതുപോലെ തളിർത്തതിൽ അത് അങ്ങനെ അത് എനിക്ക് തോന്നിയുള്ളൂ. കുളിർ നെറ്റിയിൽ പാടിയപ്പോ അവിടെ ഒരു ഇച്ചിരി ഒന്ന് ശ്രുതി പോയി. പിന്നെ മെയിൻ ലാസ്റ്റ് ആകാരം അല്ലേ, അതൊന്നും അതും ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണമെങ്കിൽ. ഇത് കുഞ്ഞിലെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. അപ്പൊ ഇത് കുഞ്ഞിലെ ഇങ്ങനെയായിരുന്നു പാടി ശീലിച്ചല്ലേ? ഇങ്ങനെയല്ല, വേറൊരു രീതിക്കാണ് പാടി വെച്ചിരുന്നത്. ഇവിടെ വന്നപ്പോ ഗ്രൂമേഴ്സ് പറഞ്ഞു അങ്ങനെയല്ല, ഇങ്ങനെ വേണം പാടാൻ. ഞാനിത് 100 പ്രാവശ്യമെങ്കിലും പാടിക്കാണും. പക്ഷെ ഞാൻ എന്നിട്ട് പുറത്ത് പറഞ്ഞു, ഇതിപ്പോ ഇവിടെ കേറുമ്പോ എന്താവും. നന്നായിട്ട് രജിസ്റ്റർ ആയി. അല്ല, പാടിയതൊക്കെ നന്നായി പാടി. ഈ 1-2 കാര്യങ്ങൾ ഈ അവിടെ മുഴിപ്പിക്കണത് മാറിയിട്ട് നല്ല ഭാവമായിട്ട് പാടുന്ന ആളാണ് ശിവപ്രിയ. ഇത്രയും ഒരു പാട്ട്, സാധ്യമായിട്ടുള്ള ഒരു പാട്ട്, അത് ഈ ഒരു 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓഫ് കോഴ്സ് ഇത് ചക്രവാകമായതുകൊണ്ട് ഇത് ഒരുപാട് 50, 60, 70, 60, 65 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് പാട്ടുകാർ, SPB സാറ് എല്ലാവരും ഞങ്ങൾ പാട്ടുരംഗത്തേക്ക് വന്നത് എൻ്റെ ഗുരുജി കമ്പോസ് ചെയ്ത ഒരു ഭദ്രാചല രാമദാസ് ചക്രവാകത്തിലുള്ള പാട്ടുകാരൻ.
പുട്ടപർത്തി സായിബാബ അവരൊക്കെ പറയും പാട്ടിലേക്ക് അത്രയും ഒരു ഇഷ്ടം കൊണ്ടുവന്നത്. SPB സാർ നേരെ എപ്പോഴും പറയുമായിരുന്നു. SPB സാർ എപ്പോഴും ഞാൻ ഈ പാട്ടൊക്കെ കേട്ടിട്ടാണ് ഞാൻ സംഗീത ഫീൽഡിലേക്ക് വന്നത്. ഗുരുജി അന്ന് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് കമ്പോസ് ചെയ്ത് അത് ഇന്നും ഒരു ഹിറ്റായിട്ട് തുടരുന്നു. അപ്പോൾ താങ്ക് യു ശിവപ്രിയ, അത് പാടാൻ തോന്നി. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശിവാംഗി? ശിവപ്രിയ ചേച്ചിയുടെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എസ്പെഷ്യലി ഈ രാഗം എനിക്ക് ആക്ച്വലി ചൈൽഡ്ഹുഡിൽ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള രാഗമായിരുന്നു. ഞാൻ വന്ന് സ്കൂൾ പഠിക്കുമ്പോൾ കുറെ ഭജൻസ് ഒക്കെ ഉണ്ടാവും. സോ അപ്പൊ അതിൽ ഞാൻ ആയിരിക്കും ലീഡ്. സോ ഈ പിബരെ രാമരസം ഒക്കെ ഞാൻ വന്ന് അതിൽ മെയിൻ സോങ്. സോ ആ പാട്ടിന്റെ രാഗമാണ് ഈ പാട്ടിന്റെ രാഗമെന്ന് എനിക്ക് ഇപ്പോഴാണ് അറിഞ്ഞത്. സോ ഇപ്പോഴാണ് കേട്ടറിഞ്ഞത്. സോ എനിക്ക് വന്ന് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ചേച്ചിയുടെ പെർഫോമൻസ്. താങ്ക് യു സോ മച്ച് ശിവാംഗി. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് അറിയാം. മെന്റേഴ്സ് എത്ര മാർക്സ് ആണ് ശിവപ്രിയക്ക് നൽകുന്നതെന്ന് ജഡ്ജസിനെ അറിയിച്ചതിന് ശേഷം നമുക്ക് ജഡ്ജസിന്റെ ടോട്ടൽ മാർക്സ് അറിയാം. കഴിഞ്ഞ റൗണ്ടിൽ എത്രയായിരുന്നു കിട്ടിയത്? 94.5. 94.5. അപ്പൊ ഈ റൗണ്ടിൽ ഈ കൂടുതൽ റൗണ്ടിൽ അപ്പോ 0.5 ഉള്ളൂ കൂട്ടാൻ. 95. ശിവപ്രിയ, അപ്പോ നല്ല മാർക്സ് ആണ് ഈ റൗണ്ടിലും കിട്ടിയിട്ടുള്ളത്. അപ്പോ 94.5, 95. അപ്പൊ നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി നെക്സ്റ്റ് ഇവിടെ പെർഫോം ചെയ്യാനെത്തുന്നത് സാദിയ. ഏത് റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ? ലെജൻഡ്സ് ഹിറ്റ്. ഗോപികേ നിൻ വിരൽ തുമ്പുരും മെവിതുമ്പി ഗോപികേ നിൻ വിരൽ തുമ്പുരും മെവിതുമ്പി വീണയോ ഹൃദയമോ തേനഞ്ചി തേങ്ങി
ഞെട്ടിച്ചു, എല്ലാരും ഞെട്ടിച്ചു. ചേച്ചി ഇവര് വന്ന് ഡിസ്കസ് ചെയ്ത് തീരട്ടെ. പക്ഷെ ഞാൻ ഫസ്റ്റ് ഒരേ ഒരു വാട്ടി ഞാൻ പറഞ്ഞോളാം. ആ. വാട്ട് എ പെർഫോമൻസ്. ഒരു ഇടത്തിലും ഒന്ന് പിച്ചിങ് പെർഫെക്റ്റ്. ടേപ്പ് റെക്കോർഡ് മരിയണ്ട. ഏതോ ഞാൻ ടേപ്പ് അമത്തി കേട്ട മാതിരി പഴയ ഒരു ഫീലിംഗ്. സൂപ്പർ ഉണ്ടായിരുന്നു ചേച്ചി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഔസേപ്പച്ചൻ സാർ, എന്തൊരു പാട്ടാണല്ലേ ഇത്. എത്ര വർഷമായി അല്ലേ ഇപ്പോഴും ഈ പാട്ട് പാടാതെ ഇവിടെ ഈ ഒരു വേദി ഇവിടുന്ന് അല്ല കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ വേദി ഇല്ല. അതെ. ഈ പാട്ട് പാടാതെ ജോൺസന്റെ പാട്ട് ഓ. ഇനിയല്ല, ഇത് എത്ര വർഷം കഴിഞ്ഞാലും ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നത് 100 വർഷം ഉണ്ടെങ്കിൽ റിയാലിറ്റി ഷോ ഉണ്ടെങ്കിൽ അന്നും ഈ പാട്ട് സെലക്ട് ചെയ്യും. എന്തെങ്കിലുമൊക്കെ റിയാലിറ്റി ഷോ കാരണം പാട്ടുകാരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഗംഭീര പാട്ടുകളാ. ജോൺസന്റെ ഒരുപാട് പാട്ടുകളുണ്ട്, അതെ. ഈ ഒരു പാട്ട് അതിലൊന്നാണ്. അസാധ്യമായിട്ട് പാടി. ഞാൻ സാറിന് ഒരു രക്ഷയില്ല കേട്ടോ. ഇനി വരും എപ്പിസോഡുകളൊക്കെ എന്താവും, അയ്യോ, പിടിച്ചിരിക്കണം നമ്മള്. സ്റ്റാർട്ടിങ് തന്നെ സൂപ്പർബായിരുന്നു. പിന്നെ ആ ഹമ്മിങ്, അത് ഒരേ ഹമ്മിങ് ആണ് 3 പ്രാവശ്യമുണ്ട്. അത് സിറോക്സ് പോലെ 3 പ്രാവശ്യം പാടി. ഞങ്ങള് ഇത് മറ്റേ റെക്കോർഡിങ്ങിലാണെങ്കിൽ അത് പ്രാവശ്യം പാടിയിട്ട് മതി, സമയം കളയണ്ട, അത് പൊട്ടിക്കും. 2ാമത് വയ്ക്കും, 3ാമത് വയ്ക്കും. പക്ഷെ ഇത് 3 പ്രാവശ്യം പാടിയത് ഒരേപോലെ പാടിയിട്ടുണ്ട്. പിന്നെ ഇത്ര ഹൈ പിച്ച്, ആ തുമ്പി നീ ചുറ്റിനും തുള്ളി ഇളകുമ്പോൾ, അതുപോലെ അക്കരെ ഇക്കരെ എത്ര മോഹങ്ങൾ കൈനീട്ടി, അത് ടു ഹൈ. അത്ര ഹൈയിലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കൽ വയലിനിൽ വായിപ്പിച്ചു. അത് ആ ഹൈയിൽ വയലിൻ രജിസ്ട്രേഷൻ ഹൈയിലാണ്, പക്ഷെ യു സാങ് ഇറ്റ് ഇൻ യുവർ പിച്ച് പെർഫെക്റ്റ്. സോ ബ്യൂട്ടിഫുള്ളി, തെറ്റേ വന്നിട്ടില്ല. പിന്നെ വേണമെങ്കിൽ വൈ യു കുഡ് ഹാവ് ഒരു 1/2 നോട്ട് റെഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ യു കുഡ് ഹാവ് സാങ് ഇറ്റ്. എനിക്ക് തോന്നിയത് ഒന്ന് ഇച്ചിരി കുറച്ചാൽ എന്താ മെച്ചെന്നറിയോ, ഇതിപ്പോ ഹൈ പിച്ചിൽ യു കുഡ് സിങ് ഇറ്റ്, പാടാൻ പറ്റും. പക്ഷെ യുവർ വോയിസ് വിൽ ബി ബെറ്റർ. സെമിറ്റോൺ കുറച്ചു കഴിഞ്ഞാൽ ആ ഹൈ പിച്ചിൽ പോകുമ്പോ ഇതിപ്പോ കാത് തുളയ്ക്കുന്ന പോലെ വരുന്നുണ്ട്. പക്ഷെ യു ആർ സിംഗിങ് ഡൂയിങ് ഇറ്റ് കറക്റ്റ്ലി. പക്ഷെ എന്നാലും അതിനൊരു കേൾവി സുഖം കുറച്ചും കൂടി കിട്ടുമായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. കുറച്ചും തോന്നുന്നു സാറേ. ഐ ഡോണ്ട് തിങ്ക് കുറച്ച്, അവർക്കറിയാലോ, ഒറിജിനൽ അല്ലേ. എന്താ ഇതിപ്പോ എത്ര വർഷമായി ഇത് കേൾക്കണു ഞാൻ. കുറച്ചിട്ടില്ല, സ്വയം പാരപണിയാണ്. കുറച്ചിട്ട് ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യാം, മാർക്ക് കുറയ്ക്കാം. അന്ന് വേണമെങ്കിൽ മാർക്ക് കുറയ്ക്കാം. പിന്നെ ഒരു ഫൈൻ ട്യൂണിങ് എന്ന് പറയുമ്പോൾ അതൊന്നും ഇവിടെ പറയാനേ പാടില്ല. വീണയോ ഹൃദയമോ തേന്, ചില സ്ഥലങ്ങളിലൊക്കെ ചെറുതായിട്ട് ഷാർപ്പാകാനുള്ളൊരു സെന്റൻസി ഉണ്ടായിരുന്നു, ചെറുതായിട്ട് കേട്ടോ. അത് ലൈവിൽ അത് നമ്മൾ ശ്രദ്ധിക്കാനേ പാടില്ല. ടോട്ടൽ സോങ് ആൻഡ് ഗുഡ് ഫീൽ യു ഗിവ്. ഇംഗ്ലീഷിൽ പറഞ്ഞ് മനസ്സിലായില്ലേ? ഒരു സന്തോഷമില്ല, ഒരു ടെൻഷൻ, വെരി ഗുഡ് ഫീൽ എന്ന് പറഞ്ഞപ്പോ എന്റെ പാട്ടിനാണോ സാർ? അതല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഓപ്പോസിറ്റ് ആവണ്ടല്ലോ. ഈ കുട്ടി പറഞ്ഞു വളരെ കറക്റ്റാ. ടേപ്പ് റെക്കോർഡർ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ കറക്റ്റ്. താങ്ക് യു സോ മച്ച് സാർ. ബിന്നി ചേച്ചി പകുതി വഴി ആ പേപ്പറും പേന എടുത്ത് ഇങ്ങനെ വെക്കണം. അത് ഞാൻ കണ്ടു. മതി, ഇനി ഇതൊക്കെ വേസ്റ്റ്. അതായത് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു, ഇവിടെ നമ്മൾ പാടുന്ന ചില വോയിസസ് ഞാൻ പറഞ്ഞു. സാദിയയുടെ വോയിസ് എന്ന് പറയണത് ഒരു സോളിഡ് വോയിസ് ആണത്. അത് ഒരു എക്സാമ്പിളാണ്. പാടുന്ന രീതിയും പുള്ളിക്കാരിയുടെ ആ ഒരു പ്രസന്റേഷൻ, വോയിസിന്റെ ടോണൽ ബ്യൂട്ടി, കൊടുക്കുന്ന ആ ഒരു രീതി എല്ലാം കറക്റ്റാണ്. എല്ലാവർക്കും അതൊരു, സാദിയയുടെ വോയിസ് ഒരു എക്സാമ്പിൾ തന്നെയാണ്. എനിക്ക് സാറ് പറഞ്ഞ ആ ഒരു ഇത് വേണമെങ്കിൽ ഒരു ഇച്ചിരി താഴ്ത്തി പാടാമായിരുന്നു അങ്ങനെ എനിക്ക് തോന്നി. കാരണം ഇത് മുഴുവൻ ഹൈയില് മേലെ, ആ പ്രത്യേകിച്ച് ഹമ്മിങ്സ് എല്ലാം മേലെ 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 പല പ്രാവശ്യം വരുന്നത് കൊണ്ട്. പക്ഷെ കുഴപ്പമില്ല, അതൊരു ചുമ്മാ ഒരു നമ്മുടെ ഒരു സജഷൻ മാത്രമേ ഉള്ളൂ. സാദ്യ കലക്കി കളഞ്ഞു. ഭാവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഭാവമുണ്ട്, റേഞ്ച് അതുണ്ട്, ഡിക്ഷൻ എല്ലാം ഉണ്ടായിരുന്നു പാട്ട്.
താങ്ക് യു സോ മച്ച്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ലവ് യു. താങ്ക് യു. ഇതൊരു ലവ് യു ടു. ഗബ്ലാജികം തന്നെ. ഗംബ്ലാജികം കിട്ടി, അത് മതി. ഇനി നല്ല മാർക്ക് കൂടി കിട്ടി. യെസ്, പറഞ്ഞോളൂ. ഞാൻ ഈ പാട്ട് സെലക്ട് ചെയ്തപ്പോഴും 3 പാട്ട് അയച്ചു കൊടുത്തപ്പോൾ മാം ഇത് സെലക്ട് ചെയ്ത് തന്നു. അപ്പോഴും റാണിയമ്മനെ വിളിച്ചു പറഞ്ഞു, കയറാൻ പോണതിന് മുമ്പും സ്റ്റേജിൽ കയറാൻ പോണതിന് മുമ്പും റാണിയമ്മനെ വിളിച്ചു പറഞ്ഞു. റാണിയമ്മ പറഞ്ഞു, ധൈര്യമായിട്ട് മോള് പാടിക്കോ, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കൂടെ ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? നമുക്കിപ്പോ എന്തായാലും മാർക്സിലേക്ക് കിടക്കാം. ആദ്യം മെന്റേഴ്സിന്റെ മാർക്സ് എത്രയാണെന്ന് ജഡ്ജസിനെ അറിയിച്ചതിന് ശേഷം നമുക്ക് സാദിയയുടെ ടോട്ടൽ മാർക്സ് അറിയാം. സാധ്യ ചേച്ചി, സാധ്യ ചേച്ചിക്ക് എത്ര മാർക്ക് കിട്ടും തോന്നുന്നു? അറിയില്ല മോളെ. എനിക്കറിയില്ല മോളെ. ഞങ്ങൾ 3 പേര് ഓരോന്ന് ഗസ് ചെയ്യാം. ഓക്കെ, ഞാനൊരു 97 to 98. അങ്ങനെയല്ല, ഒരെണ്ണം പറ. ഇത് 98. 97.5. ഓ സാധ്യ. സാധ്യ 97. 97. ഓ, 3 ഉണ്ട്. പക്ഷേ സാധ്യ ചേച്ചിയുടെ മാർക്ക് 98.5. സാർ, അടുത്ത് നിൽക്കുന്ന ഞാനല്ലേ, അപ്പൊ എനിക്കല്ലേ സമ്മാനം. അതെ, അപ്പൊ ഇത് ഞാൻ ഈ വള കൊടുക്കാൻ പോവാണോ? അല്ലല്ല, ഈ മോതിരം ഊരി ഞാൻ ഈ കയ്യിലിടാം. എനിക്ക് തരാൻ പോകുന്നത് സ്വർണ്ണാണോ ചോദിക്കാൻ പോയിരുന്നു ഞാൻ. എത്ര മാർക്സാണ് ആദ്യത്തെ റൗണ്ടിൽ? 92.5. 92.5. ഓ, What an improvement, കംബാക്ക് ആണ് നടത്തിയത്. ഇതൊക്കെയാണ് കംബാക്ക്. ഓക്കെ സാദിയ, സന്തോഷായോ? സന്തോഷമായി, ഒരുപാട് സന്തോഷം. വേഗം പോയിട്ട് റാണിയമ്മേനെ അറിയിച്ചോളൂ. അപ്പൊ ജോൺസൺ മാഷിന്റെ വൈഫ്. മാഷിന്റെ വൈഫ്. ഓക്കെ, Okay, bye. God bless സാദിയ, you. താങ്ക് യു Thank സോ you. മച്ച്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. മീനാക്ഷി, എന്തോ ഈ ഇടയായിട്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് നല്ല പോലെ വിള്ളലേൽക്കുന്നുണ്ട്. ആ ഉണ്ട്, കാരണം നിന്റെ കയ്യിരിപ്പ് അങ്ങനല്ലേ. അതന്നെയാ ഞാൻ പറഞ്ഞു വരുന്നേ. എന്ത്? കൂടുതൽ ഇവരുടെ മുമ്പിൽ ഷോ ഇറക്കാനാണ് പരിപാടി. എന്താ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ എന്താ? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ സൗഹൃദം. ആണല്ലോ. അപ്പൊ കുറച്ചൊക്കെ സൗഹൃദം വേണ്ടേ? കോവേങ്കേസ് ആണ്. വേണ്ടേ? അത് തന്നെ എനിക്കും പറയാനുള്ളത്. എന്റെ ഈ സൈഡിൽ നിന്ന് കുറ്റം പറയലല്ലാതെ നീ വേറെ ഞാൻ എന്താ സൈഡിൽ ചെയ്യുന്നത്? കുറ്റം പറയുന്നത്, യാഥാർത്ഥ്യങ്ങൾ വിളിച്ച് പറയുന്നത് കുറ്റാവുന്നത് എങ്ങനെയാ? നിങ്ങൾ ഇത്ര അടിപൊളി എല്ലാം ചെയ്തിട്ട് പാത്താ നിങ്ങള് സീക്രട്ടാ നല്ല മനസ്സിൽ സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം. ഇല്ല ഇല്ല, ഇല്ല. ചുമ്മാ അതൊക്കെ അതാണ് ഞങ്ങളുടെ ആക്ച്വൽ ആക്ടിങ്. അതെ, വന്നഭിനയം. ഇതാണ് റിയാലിറ്റി. സാർ എന്തെങ്കിലും പറയണ്ടോ? സാർ എന്തെങ്കിലും ചുടിച്ചു നോക്കുന്നത്? ഞങ്ങൾക്ക് ഇതൊക്കെ ചെറുതായിട്ട്. അഭിനയമാണെന്നറിയാമേ. ഞങ്ങൾക്കൊക്കെ എത്ര കുളം കണ്ടിരിക്കണു. ചേച്ചി, അതായത് ഞങ്ങള് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഷോയിലെങ്കിലും ഈ ചീത്ത പേരൊന്നും ഒഴിവാണെന്ന് വിചാരിച്ചതാ. ചേച്ചി, ഞങ്ങൾ 2020 തുടങ്ങിയതാ. അതിനു മുമ്പ് ഒരു ഞാൻ കണ്ടസ്റ്റന്റ് ആയിരുന്നു റിയാലിറ്റി ഷോയിൽ. ഇവൻ പിന്നെ ആങ്കർ ആയിരുന്നു. അല്ല, അപ്പൊ ഞാൻ അപ്പൊക്കെ ചെറുപ്പല്ലായിരുന്നു. ഒരു 7 വർഷത്തെ ഇപ്പോഴും പരിചയം ചെറുപ്പാണ്. അതെ, അതുകൊണ്ടാ 2020 തുടങ്ങി കണ്ട് 20 18 കാണാൻ തുടങ്ങിയതാ. 18. അപ്പൊ അത്രയും എനിക്ക് സ്വഭാവം. അപ്പൊ അങ്ങോട്ടും കൂടെ അറിയാലോ. 18 അങ്ങനെയല്ല. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവന്റെ പല സീക്രട്സ് എനിക്കറിയാം, എന്റെ പല സീക്രട്സ് അവനും അറിയാം. അതുകൊണ്ട് ഫോൺ കൈമാറി നോക്കിയാ പോകൂല. അല്ല, അതിനകത്തുള്ളത് വരെ അറിയാം. അതാ പ്രശ്നം. സാരമില്ല, ഇത്രയൊക്കെ. ഞാൻ അവനെ അടുപ്പിക്കൂല, അവൻ എന്നെ അടുപ്പിക്കൂല. എന്റെ സീക്രട്സ് ഒക്കെ അറിയാം. ഓഹോ, ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പൊ വളരെ നല്ലതാണ്. നമ്മളെല്ലാം പറയില്ലേ, ഹൃദയം തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം അവിടെ ശാന്തമായി. പിന്നെ വെൽക്കമാണ്. ഹൃദയമുള്ളവരല്ലേ തുറക്കാൻ പറ്റുള്ളൂ. ഞാൻ തുറക്കുന്നുണ്ട്, ഇവർക്ക് അല്ല, തുറക്കുന്നുണ്ട്. എല്ലാം അറിയാന്ന് പറഞ്ഞല്ലോ. അത് വെറുതെ അറിയാന്ന് പറയുന്നതാണ് അല്ല സാർ. സാർ, ഞാൻ secret ആയിട്ട് പിന്നെ പറയാം. എല്ലാം മുൻകൂട്ടി പറഞ്ഞ് മനസ്സിലായിട്ടൊരു ധാരണ, അണ്ടർസ്റ്റാൻഡിങ്. അല്ല, അത് സാർ പറഞ്ഞോലെ ഞങ്ങൾ ഞാൻ നിങ്ങളുടെ കാര്യം എനിക്ക് എതിർപ്പൊന്നുമില്ല. ഇവളോ എനിക്ക് നല്ല എതിർപ്പുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതല്ല. സീരിയസ് ആയി ശിവാംഗി. എന്റെ ശിവാംഗി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു പയ്യനെ ഞാൻ ഈ അയ്യോ, എന്റെ പൊന്നുമോളെ വെറുതെ തോന്നണതാണ്. സീരിയസ്ലി ശിവാംഗിയോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കണോ ഞാൻ? അത് വേറെ കാര്യം ശ്രദ്ധിച്ചോ സാർ? വേറെ കാര്യം ശ്രദ്ധിച്ചോ? ഇവിടെ ജഡ്ജ്മെന്റിന് വരുമ്പോഴേ ഞാൻ ഇങ്ങനെ കണ്ടസ്റ്റൻസ് ഇവിടെ വരും. അപ്പൊ ഞാൻ ആ ജഡ്ജ്മെന്റിലേക്ക് കിടക്കാന്ന് പറഞ്ഞ് ഔസേപ്പച്ചൻ സാറിന് ഞാൻ വിളിക്കും. അത് കഴിയുമ്പോഴത്തേക്കും താങ്ക് യു ഔസേപ്പച്ചൻ സാർ ഞാൻ പറയും. അത് കഴിയുമ്പോൾ ബിന്നി ചേച്ചിയെ ഞാൻ വിളിക്കും. താങ്ക് യു ബിന്നി ചേച്ചി ഞാൻ പറയും.
അത് കഴിഞ്ഞ് ഞാൻ ശ്വാസം എടുക്കുന്നതിന് മുമ്പ് ശിവാങ്കി ഇടയ്ക്ക് കേറിയിട്ട് വരാം. അതെന്തുകൊണ്ടാ എന്താ ഞാൻ രഞ്ജിനി ചേച്ചിനെ മിസ് ചെയ്യുന്നുണ്ട്. രഞ്ജിനി ചേച്ചി മിസ് ചെയ്യുന്നത് ശിവാങ്കിയായിട്ട് എന്താ ബന്ധം? അല്ല ഞാൻ രഞ്ജിനി ചേച്ചിയുടെ ഒരു ചെറിയൊരു വേർഷൻ ആയിട്ടാണ് ശിവാങ്കിയെ കാണുന്നത്. രഞ്ജിനി ചേച്ചി ഉണ്ടായിരുന്നപ്പോഴും വിളിക്കായിരുന്നു. ഞാനല്ലേ എപ്പോഴും രഞ്ജിനി ചേച്ചി എന്ന് വിളിച്ചു. ശിവാങ്കി വന്നപ്പോ പിന്നെ അത് മാത്രല്ല ഇവിടെ പ്രൊഡ്യൂസർ ഉണ്ട്, DOP ഉണ്ട്, പിന്നെ നമ്മുടെ ചാനലിലെ ആൾക്കാരെല്ലാരും ഉണ്ട്. ഇവര് ശമ്പളമൊക്കെ തരണതല്ലേ. ഞാനിങ്ങനെ എത്ര നേരം എന്ന് വെച്ചിട്ട് ഈ വടി വിഴുകിയ പോലെ നിൽക്കുന്നത്. എപ്പോഴെങ്കിലൊക്കെ ശിവാങ്കി എന്ന് പറഞ്ഞ പേരെടുത്താൽ തന്നെ എനിക്കൊരു ശമ്പളം തരാനുള്ള ഒരു മനസ്സായിരിക്കും തോന്നിയാലോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ്. അപ്പൊ ചേട്ടൻ പഴയ്ക്കും ഇൻ ദ സെൻസ് എവിടെ പോയാലും ജീവിക്കും. അതാണ്. അതെ, നാല് കാലല്ലേ വീഴുള്ളൂ. ഇപ്പൊ തൽക്കാലം 2 കാലിൽ നിന്നിട്ട് പരിപാടി അവതരിപ്പിച്ചാലോ? അല്ല ഞാൻ പറഞ്ഞു വന്നത് അതല്ല, ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞിട്ട് ഫ്രണ്ട്ഷിപ്പ് വൈബ്സ് എന്ന റൗണ്ടിലേക്ക് കടക്കാൻ വേണ്ടിട്ടായിരുന്നു. കുറച്ച് എസ്സേ പോയിന്നുള്ളൂ. എന്നാലും ഫ്രണ്ട്ഷിപ്പ് വൈബ്സിലാണ് അടുത്ത ആളിവിടെ പെർഫോം ചെയ്യാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം രേഷ്മ. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ മോഹത്തിൽ
നൈസ് നൈസ്. നിങ്ങളെ പെർഫോമൻസ് താങ്ക് യു. ശിവാംഗി നിങ്ങളുടേന്ന് പറയണത് റെസ്പെക്ട് പറയണം കേട്ടോ. അയ്യോ മനസ്സിലായി. ഔസേപ്പച്ചൻ സാർ എനിക്ക് ഭയങ്കര ഇഷ്ടം, താങ്ക് യു. ഗംഭീര ഇഷ്ടമായി. ഭയങ്കരല്ല, ഗംഭീരം. നിങ്ങൾ വന്നപ്പോ ഭയങ്കര ഇഷ്ടമായി. ഞാനൊരു കാര്യം എനിക്ക് പറയാൻ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാട്ട് പാടിയിരിക്കുന്നത് മെയിൽ പോർഷൻ ജയേട്ടൻ പാടിയാലുള്ള പ്രത്യേകത എന്താണെന്നറിയോ? വരികളുടെ സ്പഷ്ടത പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പൊ ജയേട്ടൻ പാടുന്ന പോലെ തന്നെയുണ്ട്. ഞാൻ പറയുന്നത് ശബ്ദം കൊണ്ടല്ല, ആ വരികൾ ഉച്ചരിക്കുന്നതിന്റെ അതിന്റെ ഒരു സുഖം ഞങ്ങളെപ്പോഴും പറയുന്നതാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒപ്പം അതിന്റെ ഫീലും കിട്ടുന്നു, ശ്രുതിയും ചേരുന്നു. അവിടെ ഇവിടേക്ക് ചെറിയപ്പോ ഫസ്റ്റ് അനുപല്ലവി വന്നപ്പോ നിൻ കാതിൽ എന്ന് പറയുന്ന നേരത്തെ അതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അവിടെ പെട്ടെന്ന് അത് വിചാരിച്ച സംഗതി വന്നില്ല, അത് കുഴപ്പമൊന്നുമില്ല. അത് അടുത്ത ലൈനില് മിണ്ടാ പെണ്ണല്ല എന്ന് പറഞ്ഞെടുത്ത് അത് കൃത്യമായി. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് കവിതയായി മാറി ഞാൻ അനുരാഗ പൂക്കാലം എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ സൂപ്പർബാണ്. പറയുമ്പോൾ സിമ്പിൾ സോങ് ആണ്, പക്ഷെ അത് നമ്മളത് അതിന് ഹൃദയം കൊണ്ട് പാടുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് നല്ല രസമാണ്. നമുക്ക് ഇവിടേക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് പോർഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്, അതെല്ലാം അങ്ങനെ പറയണമെന്നില്ല. എന്താണ് നീലക്കടലല ഇളകുമ്പോൾ, അതൊരു എന്തോ ഒരു പ്രത്യേക സംഗതി അവിടെ വന്ന പോലത്തെ. സെൽഫ് ഇംപ്രവൈസേഷൻ ആണോ ഉള്ളതാണോ? അതിലുള്ളതാണോ? ഒന്നുകൂടി കേൾക്കാൻ പറ്റുമോ? താഴ്വാരങ്ങൾ പാടുമ്പോൾ താമരവട്ടം തളരുമ്പോൾ ഇന്ദുകളങ്കം ചന്ദനമായിൻ കരളിൽ പെയ്തു, അറബിക്കനവുകൾ വിടരുമ്പോൾ നീലക്കടലല ഇളകും. അതാണ് ഇളകും പറയുന്നത്. ഇളകും പാടാലോ, ഇളകും. അത് ഉണ്ട്. ഞാൻ പറഞ്ഞ അവര് പാടിയിട്ടുണ്ട്. അത് അത്രയും നോട്ട് ചെയ്തിട്ട് അത് പാടുമ്പോ അത് ആ ലയത്തോടു കൂടി പാടി കേട്ടപ്പോൾ നല്ലൊരു സുഖം തോന്നും. അതാണ്. പിന്നെ ഹൈ പിച്ച് ഇപ്പൊ പിയാനോയിലൊക്കെ പോകുമ്പോല്ലേ നമുക്ക് എന്തെങ്കിലും സ്ട്രെയിൻ തോന്നിക്കോ? ലോ വായിക്കുമ്പോ ലോല് വായിക്കും, പിയാനോ ഹൈ പിച്ച് പോകുമ്പോ പിയാനോ ഒന്നും ഇങ്ങനെ കഴുത്ത് ഞെരുങ്ങിയ ശബ്ദമൊന്നും മാറില്ല, അതിന്റെ റേഞ്ച് മാത്രമേ കൂടുന്നുള്ളൂ. ദ സെയിം വേ യുവർ വോയിസ് ട്രാവൽസ് ഫ്രം ദ ലോവർ രജിസ്ട്രേഷൻ ടു ഹയർ രജിസ്ട്രേഷൻ. ഒരേ ഫ്രീക്വൻസിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഇത് പിച്ച് മാത്രമേ മാറുന്നുള്ളൂ, വോയിസ് സ്ട്രെയിൻ അറിയുന്നില്ല. അവിടെ പെർഫെക്ഷനും കുഴപ്പമില്ല, സംഗതികളും കറക്റ്റായിട്ട് പേശുവത്, സംഗതികൾ നല്ല പേശുത് ഹൈ പിച്ചില്. ശിവാംഗിക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. ഐ ലവ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സാർ. ബിനി ചേച്ചി, രേഷ്മ, സാറ് പറഞ്ഞതൊന്നും ഒട്ടും കുറവില്ല എൻ്റെ ഒപ്പീനിയനും. കാരണം ഇത്ര ബ്യൂട്ടിഫുൾ വോയിസ്, അത് ഒരു സ്ട്രെയിനും അറിയുന്നില്ല. നമ്മൾ നല്ല അങ്ങനെ എന്ന് പറഞ്ഞാൽ സ്ട്രെയിനിന് നമ്മൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ മേലെയൊക്കെ പോകുമ്പോഴത്തേക്കും സാറ് പറഞ്ഞ എക്സാക്റ്റ് അത് കറക്റ്റ് എക്സാമ്പിൾ ആണ്. അത് ജസ്റ്റ് മേലെ പാടുന്നു, ഒരേപോലെ എവിടെ പാടിയാലും ഒരേപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതൊക്കെ വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. രേഷ്മ നല്ല ബ്ലെസ്സിങ് ഉള്ളൊരു കുട്ടിയാണല്ലോ എന്ന് വിചാരിച്ചു. നമ്മുടെ ശബ്ദത്തിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് മാത്രമല്ല, ടോണൽ ആ ഒരു ബ്യൂട്ടി, റൗണ്ടായിട്ട് പാടുക, അതൊരു പ്രത്യേക ബ്ലെസ്സിങ് തന്നെയാണ്. അത് മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ചത് നല്ല ബ്രീത്തിങ് കപ്പാസിറ്റി ഉണ്ട് രേഷ്മയ്ക്ക്. ഒരു 3-4 ലൈനൊക്കെ ഒറ്റയടിക്കാണ്, ഒരു ബ്രീത്തിലാണ് പാടിയിരിക്കുന്നത്. അനുപല്ലവിയും ചരണവും ഒക്കെ ശ്രദ്ധിച്ചു ഞാൻ. അയ്യോ, അത് ഭയങ്കര പ്രത്യേക കൈയടികൾ. ഒന്നും പറയാനില്ല. എനിക്ക് ആകെ തോന്നിയത് പിന്നെ സാ 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 ഒരു സ്വരം തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് മോഡിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ശ്രുതി ചേർന്ന് പാടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതൊക്കെ കറക്റ്റായിട്ട് പാടി. ഇനി തോന്നിയത് പലവട്ടം പാടിയതല്ലേ, ആ ഒരു സ്ഥലത്തൊക്കെ കുറച്ച് 1-2 ശ്രുതി, അവിടെ പല്ലവി വരുമ്പോഴാണ് ആ 2-3 പോർഷനിൽ ഒരു ശ്രുതി ഒന്ന് പ്രശ്നം. ബാക്കിയെല്ലാം എന്ത് രസമായിട്ട്, എന്ത് ഫീലായിട്ട് പാടിയിരിക്കുന്നത് സാറല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം കൂടി, ഒരു ചെറിയ ചലഞ്ചും കൂടി ഉണ്ടായിരുന്നു തോന്നുന്നു എനിക്ക്. അത് ഞാൻ വരുമ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഇതിനു മുമ്പ് ശിവാനിയെ ഓർത്തോട്ടെ, ശിവാനി പറഞ്ഞത് കറക്റ്റാണ്. രേഷ്മ ചേച്ചിക്ക് പിന്നെ വലിയ എക്സ്പ്രഷൻ ഇല്ല. ഒരു രാഗമേഘം പൂമാനമേ ഒരു രാഗമേഘം കൊല്ലരുത്. അങ്ങനെ നിന്ന് വ്യത്യാസമില്ലാതെ വ്യത്യാസമില്ലാതെ പാടി തീർത്തു. നല്ല കൊള്ളാം. ഗൗൺ ഡ്രസ്സൊക്കെ കൊള്ളാട്ടോ. എല്ലാരും ഇങ്ങനെയൊക്കെ ഇട്ടോണ്ട് വരും. ഇനി
ഈ മ്യൂസിക്കൽ വൈഫ് എന്നുള്ള ഈ പ്രോഗ്രാം നമ്മളുടെ സ്ത്രീകളുടെ ഒരു അത്രയും സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന നമ്മുടെ പ്രൊഡ്യൂസർ, നമ്മുടെ രജീഷും ബാക്കി എല്ലാ അതിന്റെ ആൾക്കാരും എല്ലാവരും അല്ലെ, നമ്മളുടെ സ്വപ്നങ്ങൾക്ക് അവര് നിറപ്പകിട്ട് ചാർത്തി കൂടുതൽ തരാനായിട്ടുള്ള ഒരു നല്ല വേദിയാണ്. സോ എല്ലാരും ഡിഫറെന്റ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരും, കളർഫുൾ ആണോ? കളർഫുൾ. പോലെ തന്നെ അല്ലേ? അതാണ് ഇത് ബിന്നി ചേച്ചി അങ്ങനെ തന്നെ അല്ലേ? എല്ലാ എപ്പിസോഡും പല വെറൈറ്റി ഡ്രസ് ഒക്കെ ഇട്ടോണ്ടാ വരുന്നത്. വെറൈറ്റി പിടിച്ചത് ഞാനിപ്പോ അതാണ്. അത്രേ ഉള്ളൂ. നമ്മുടെ സ്വപ്നങ്ങൾക്ക് ആരും തടയിടുന്നില്ല എന്നുള്ളതാണ് മ്യൂസിക്കൽ വൈഫ് ഷോ. എല്ലാവർക്കും ചിറക് വെച്ച് കൊടുക്കുന്നു. അതാണ്. ഓക്കെ, ശിവാംഗി. എനിക്ക് വന്ന് ലാസ്റ്റ് എപ്പിസോഡേ ഞാൻ വന്ന് രേഷ്മ ചേച്ചിയുടെ ഫാനായി. അതോ ഈ പെർഫോമൻസ് ഇല്ലേ, എനിക്കില്ലേ 2007 എന്റെ മനുമാമൻ എനിക്കാകെ വേണ്ടി സിപ്പപ്പ് വാങ്ങിട്ട് വന്ന ഒരു ഓർമ്മ വന്നു ഈ പാട്ട് കേട്ടോണ്ട്. അത്ര നൊസ്റ്റു ആയിപ്പോയി, എന്താന്നേ അറിയില്ല. അല്ല, സിപ്പപ്പും പാട്ടുമായിട്ട് എന്താ ബന്ധം? ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് വന്നു. ഫീലിംഗ് വന്നോണ്ട് എനിക്ക് വന്ന് ഈ ഫീലിംഗ്, ഈ വൈബ് ഇരിക്കുന്നില്ലേ, ബിക്കോസ് 2007 2005 ആ റേഞ്ചിലല്ല ഇങ്ങനത്തെ പാട്ടായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. വന്ന് എനിക്കൊരു മാമനുണ്ട്, അമ്മയുടെ ഒരേ ഒരു ഇരിക്കുന്ന ചേട്ടൻ. അപ്പൊ വന്ന് ആ മനുമാമ വന്ന് വരുമ്പോ എല്ലാം ഒരു ബോക്സ് ഫുള്ളാ സിപ്പപ്പ് എടുത്തിട്ട് വരും. അപ്പൊ ഈ പാട്ട്, ആ സിപ്പപ്പ്, ഫീലിംഗ് എനിക്ക് വന്നു. എനിക്ക് തോന്നുന്നു ഈ ലോകത്തെവിടെയും ഈ സിപ്പപ്പ് നമ്മുടെ നാട്ടിലാണ് കിട്ടുന്നത്. ഒരു വലിയ വല്ലാത്ത ഈ പിള്ളേര് തൊടുപുഴ വന്നോണ്ടിരുന്ന സിപ്പപ്പ് തിന്നെ. അത് ഇപ്പൊ അങ്ങനത്തെ സിപ്പപ്പ് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ ഫുള്ള് പാല കലക്കി, പാലില് നല്ല വെള്ളത്തെ കലക്കി അതില് വന്ന് പിസ്ത ഒഴിച്ച് ഇങ്ങനെ ഏതോ ചെയ്തു. പാക്കറ്റിലും വ്യത്യാസമുണ്ട് കുറച്ചുകൂടെ, ഒരുമാതിരി ഗുണ്ടായിപ്പോയി. ഈ പാട്ടും ആ സിപ്പപ്പും സിപ്പ് ചെയ്യുന്നതും എന്റെ മനുമാമനെ നോക്കുന്നതും ഇങ്ങനെ ആയിപ്പോയി എന്റെ മൈൻഡ് ഫുള്ള. എനിക്ക് അങ്ങനെ ചേച്ചി പാടുമ്പോല്ല പേപ്പറൊക്കെ ഓടുന്ന വരികയാണ്. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് ഇങ്ങനെ വിഷ്വൽസ് പോകുന്നത്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചേച്ചി. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് മാർക്സിലേക്ക് കടക്കാം. മെന്റേഴ്സ് എത്ര മാർക്സ് ആണ് നമ്മുടെ രേഷ്മയ്ക്ക് നൽകുന്നതെന്ന് ജഡ്ജസിനെ അറിയിച്ചതിന് ശേഷം നമുക്ക് ജഡ്ജസിന്റെ മാർക്ക്. സാർ, മാർക്സ് അറിഞ്ഞാലോ? 90 കൂടെ എത്ര കൂട്ടാം? എത്ര കൂട്ടാൻ പറ്റും സാർ? നിങ്ങൾ പറയൂ. 1 2 3 4 5. എന്റെ ഒരു ഊഹത്തിന് ഒരു 95-96 എന്റെ ഊഹം. നിന്റെ ഊഹം? എന്റെ 97. അപ്പൊ നടുവിൽ നിർത്താം. 95 to 97 നടുവിൽ നിർത്താം. 96. അതായത് പോയ ലെജൻഡ്സ് റൗണ്ടിൽ 100 മാർക്ക്, ഇപ്പൊ ഒന്ന് ഫ്രണ്ട്ഷിപ്പ് റൗണ്ടിൽ 96. 200 മാർക്കില് 196. ഓ മൈ ഗോഡ്, ഡിസ്റ്റിങ്ഷൻ ആയി. അതെ. ഇവിടെ ഏറ്റവും ആദ്യത്തെ പെർഫോമൻസിന് 96 അല്ലായിരുന്നോ? 95. ഇംപ്രൂവ്മെന്റ് സാർ. നമ്മുടെ കണ്ടസ്റ്റൻസിന് 100-96 കിട്ടിയിട്ടൊന്നും ബോഡി അനങ്ങുന്നില്ല, ബോധ വ്യത്യാസങ്ങൾ വരുന്നില്ല. അത് ദുഃഖം മാത്രമേ ഉള്ളൂ. നിങ്ങൾ സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ സംസാരിച്ചു കേട്ടിട്ടില്ല. എന്തെങ്കിലും ഒരു വർത്താനം പറയും. അല്ല, ചേച്ചി വന്ന് എന്താണ് തൊഴിൽ ചെയ്യുന്നേ? ഞാന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്കൂളിൽ ടീച്ചറായിരുന്നു. ഓക്കെ. പിന്നെ ഇപ്പൊ കുഞ്ഞു വാവയാണ് എനിക്ക്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ തൽക്കാലം ആ ഒരു ഇത് നിർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ മ്യൂസിക് ആണ് ഇപ്പൊ മെയിൻ ആയിട്ട് ചെയ്യണത്. അങ്ങനെ മീനാക്ഷി പറയുന്ന മാതിരിയാണ്. അതെ, ഈ റൗണ്ടിൽ 96 ഉണ്ട്. 96 സന്തോഷം അല്ലേ? ഞങ്ങൾ സന്തോഷം. വലിയ ചോദ്യം, 2 വാക്കുത്തരം. അതെ. ഒരു കാര്യം ഞാൻ ഡെയിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം പറയട്ടെ. ഡെയിന്റെ ഡാൻസ് വാസ് സൂപ്പർ. അയ്യോ, നിങ്ങളുടെ ഡാൻസ് വേണ്ട, വിഷമായി ഞങ്ങൾക്ക്. അതെ സാർ, സീരിയസ് ആയിട്ടാണോ സാർ? ടെൻഷനായതാ. നിങ്ങൾ ഡാൻസ് കളിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ മനസ്സിൽ എന്തൊക്കെയോ. എന്റെ ദൈവമേ, ഇതിപ്പോ നമ്മൾ പറയുന്ന കാര്യങ്ങള് ഇത് നെഗറ്റീവായിട്ട് എടുക്കരുത്. കാരണം പ്രാവശ്യം മാത്രം അങ്ങനെ എന്തായിട്ടുള്ളൂ, അങ്ങനെ ഒരു ചിന്തയൊക്കെ ചിലപ്പോ അല്ലേ മീനാക്ഷിക്ക് തോന്നിയിട്ടുണ്ടോ? ഡെയിൻ നന്നായിന്ന് ഞാൻ പറഞ്ഞപ്പോ അല്ലെന്ന്, ഡെയിൻ എപ്പോഴും നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്രാവശ്യം എടുത്ത് പറഞ്ഞേ ഉള്ളൂ. സാറിന്റെ പ്രശ്നം സാർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോ കളിയാക്കാണോ അല്ലാതെ നന്നായിട്ടുണ്ട്. അതിന് മറ്റൊരു അർത്ഥം കൂടി എടുക്കരുതെന്നാ ഞാൻ പറയുന്നത്. വേണമെങ്കിൽ അങ്ങനെ എടുക്കാലോ.
അടിപൊളിയുണ്ട് കേട്ടാ എന്ന് പറയുമ്പോ നമുക്ക് സന്തോഷം വരുമ്പോ എന്നോട് പറയുമ്പോ ഞാൻ അപ്പൊ ഇതുവരെയും ചെയ്ത് ശരിയായില്ലല്ലോ അങ്ങനെ ഞാൻ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കില്ല സാർ. അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. കിട്ടണത് ലോട്ടറി എന്ന് വിചാരിക്കുന്നു. എല്ലാം ബോണസാ. ജീവിതമേ ബോണസിൽ പോയിക്കൊണ്ടിരിക്കുക. അല്ല പിന്നെ മീനാക്ഷിയെ എന്തുകൊണ്ടാണ് അത് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞു എല്ലാ കഴിഞ്ഞാൽ ദിവസവും നല്ലതായോണ്ടാണ് സാർ. അത് മാത്രമല്ല മീനാക്ഷി ഒരു ഭംഗിയുടെ ഒരു നമുക്കൊരു എന്താ പറയാ അതിർവരമ്പുണ്ട് അല്ലെ, ഒരു എல்லை, അവിടേക്ക് ഒരു എത്തുന്നില്ല. ലിമിറ്റേഷൻ. അല്ല. അല്ല ആ ലിമിറ്റ് വരെ എത്തുമ്പോഴാണ് നമ്മൾ അതിന്റെ എന്താ പറയാ ത്രില്ല്. ലിമിറ്റിന് മേലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ത്രില്ല് ഉണ്ടാവില്ല. അയ്യോ ലിമിറ്റിന് മേലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ആ ലിമിറ്റ് എന്താ മനസ്സിലായില്ലല്ലേ? അതായത് ഭംഗിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഞാൻ ബിയോണ്ട് ദ ലിമിറ്റ് ആണ്, ഭംഗിയുടെ ബിയോണ്ട് ദ ലിമിറ്റ് ആണ്. Yes. താങ്ക് യു സർ. ഔട്ട് ഓഫ് സിലബസാ. ശരി ഓക്കെ, നമുക്ക് എന്നാ bye. പറഞ്ഞു വിട്ടാലോ? നമുക്ക് വിട പെരുകണം. ആള് നിന്ന് വിയർക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് പോയാ മതി അല്ലേ? രേഷ്മ ഇത് ഇട്ടിരിക്കുന്ന എന്താണത്? ഗൗൺ ആണോ നൈറ്റി ആണോ എന്താണത്? ഗൗൺ പോലെ ഗൗൺ പോലെ എല്ലായിടത്തും ട്രെൻഡാണ്. എല്ലായിടത്തും. ഒല്ലൂരൊക്കെ കിട്ടും സാർ. ഇടാറുണ്ടോ? ഇല്ല, കാണാറുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വാങ്ങുന്ന കാണാറുണ്ട് ഞാൻ. ഏത് വേണ്ടപ്പെട്ടവര്? പലരും ഉണ്ടാവും മീനാക്ഷി. അതൊന്നും മീനാക്ഷിയോട് പറയേണ്ട ആവശ്യമില്ല. രമ്യ പൊക്കോളൂ. മീനാക്ഷിക്ക് വിഷമായി എങ്ങനെ വേണ്ടപ്പെട്ടവരെന്നൊക്കെ ഡൈൻ പറഞ്ഞപ്പോ. വിഷമമില്ല, വെറുതെ വന്നാലും വേണ്ട കൊണ്ടുപോകും. ഈ എപ്പിസോഡ് തുടങ്ങുമ്പോ പറഞ്ഞൊരു കാര്യത്തിന് വേണമെങ്കിൽ ഒരു തമാശ പറയാം. അപ്പൊ ഇത് ഫ്രണ്ട്ഷിപ്പ് റൗണ്ട് അല്ലേ ഇത് കഴിഞ്ഞത്? അതെ. ഫ്രണ്ട്ഷിപ്പ് റൗണ്ടില് എപ്പോഴും പോകുമ്പോ നമ്മൾ സൂക്ഷിക്കണം, വെള്ളത്തിലാവും. ഷിപ്പുള്ളതുകൊണ്ട് ഷിപ്പുള്ളതുകൊണ്ട് എന്നാ ഞാൻ പറയാം. ആനയും ഉറുമ്പും കൂടെ സ്കൂളിൽ പോയി. ഉറുമ്പ് സാറിനോട് ചോദിക്കാം, ആനയും ഉറുമ്പ് സ്കൂളിൽ പോയി. ഈ ഉറുമ്പ് ഏത് നേരവും കട്ടടിക്കും. കട്ടടിക്കോ? ആ ക്ലാസ് കട്ടടിക്കും. എന്താണെന്നറിയോ കാരണം? കട്ടുറുമ്പ്. സാറിന്റെ ഉള്ളിലെ കുഞ്ഞ് ഇതിപ്പോ കേട്ടപ്പോ എനിക്ക് തോന്നിയത് True ആയിട്ട് സാറിന്റെ ഉള്ളിലെ ഭയങ്കര എനിക്ക് കുഞ്ഞ് കരയും. സാറിന്റെ ഉള്ളിലെ കുഞ്ഞായിരുന്നു. ഈ കരച്ചിലാണെങ്കിൽ കരയാണ്ട് മിണ്ടാണ്ടിരുന്നാ മതിയായിരുന്നു. എന്തായാലും നല്ല തമാശയായിരുന്നു ബിന്നി ചേച്ചി, എനിക്ക് ഇഷ്ടമായി. സാറിന്റെ തമാശ നല്ലതായിരുന്നു. ഓക്കെ, താങ്ക്സ് രേഷ്മ. ഓക്കെ, കൺഗ്രാചുലേഷൻസ്. എന്തായാലും നമ്മുടെ ഈ ഘട്ടത്തിലെ 2 റൗണ്ടുകളും കഴിഞ്ഞിരിക്കുകയാണ്. അതെ. 2ലും ഹൈ സ്കോർ ആണ്. അതെ ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മീനാക്ഷി, എന്തോ ഇപ്പൊ എന്തിനുള്ള സമയമാണെന്ന് അറിയോ? എനിക്കറിയാം. എന്ന് പറ. ടോപ്പ് പെർഫോമർ ഓഫ് വീക്ക്. അത് ടോപ്പായി. അപ്പൊ ആ ആൾക്കുള്ള ഗിഫ്റ്റ് കൊടുത്താലോ? കൊടുക്കാം. അപ്പൊ ആരാണ് ഈ വീക്കിലെ ടോപ്പ് പെർഫോമർ? ഈ വീക്കിലെ ടോപ്പ് പെർഫോമർ സ്വാഗതം ചെയ്യാം, സാദിയ. സാദിയ, ലവേഴ്സ് നൽകുന്ന ഒരു സമ്മാനമാണ്. അപ്പോൾ ഇനിയും ഗംഭീരമായിട്ട് പാടാൻ പറ്റട്ടെ കേട്ടോ. അപ്പൊ പ്രേക്ഷകരെ, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും, ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ബാക്കി പെർഫോമൻസുകൾ അടുത്ത ദിവസം കാണാം. അതെ, എനിക്ക് കാത്തിരിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഇവരുടെ പെർഫോമൻസ് കാണാൻ. നമ്മുടെ കണ്ടസ്റ്റൻസ് കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് മുമ്പിൽ പെർഫോം ചെയ്യാൻ. അങ്ങനെ ഒരുപാട് കാത്തിരിപ്പുകളുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം തൽക്കാലം ടാറ്റ ബൈ ബൈ പറഞ്ഞ് അടുത്ത ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം. ടാറ്റ ബൈ, ഗുഡ് നൈറ്റ്.